നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അവസ്ഥ ഇപ്പോൾ ഗുരുതരമായി തുടരുകയാണ്. മന്ത്രിക്ക് ഓപ്പറേഷൻ വേണ്ടി വരുമോ, അല്ലെങ്കിൽ മന്ത്രിയുടെ അവസ്ഥ നിലവിൽ എന്താണ്? ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ പല ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ബന്ധപ്പെട്ട വീഡിയോയ്ക്ക് താഴെയൊക്കെ തന്നെ പലരും ഇടുന്നത്. പലരും ഇത് കളിയാക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരാഴ്ച എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പിൽ നടക്കുന്ന ചില ഗുരുതരമായിട്ടുള്ള അനാസ്ഥകൾ അത് മാധ്യമങ്ങളിലൂടെ നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ വകുപ്പിനെതിരെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ജനം വിമർശനം ഉന്നയിക്കുന്നത്. നമ്പർ 1 എന്ന് പറയുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഇന്ന് നടക്കുന്നത് എന്താണ് എന്നുള്ള ചോദ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രിയുടെ ഈ ഒരു പരിക്കിനെ പല ആളുകളും, ഭൂരിഭാഗം ആളുകളും വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. ഏതായാലും കത്രിക വയറ്റിൽ മറന്നു വെച്ച് 5 വർഷത്തോളം വേദന സഹിച്ച ഒരു ആളിൻ്റെ അത്രയൊന്നും വീണ ജോർജിന് സംഭവിച്ചിട്ടില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളുമാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകളായിട്ട് വരുന്നത്. അത് തന്നെയാണ് ജനം ചോദിക്കുന്നത്. ഏതായാലും നിലവിൽ ആരോഗ്യമന്ത്രിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ പരിശോധന നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. MRI സ്കാനിംഗ് ഉൾപ്പെടെ നടത്തി ആവശ്യമായ ചികിത്സ നൽകണമെന്നാണ് മെഡിക്കൽ ബോർഡ് തീരുമാനം. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മന്ത്രിയെ പരിയാരം മെഡിക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആദ്യം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. 5.5 മണിക്കൂർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ മന്ത്രിയെ രാത്രി കൂടുതൽ പരിശോധനകൾക്കായാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഈ സമയമടക്കം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മറ്റുള്ള തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ആശുപത്രിയിലെത്തി മന്ത്രിയെ സന്ദർശിക്കുകയും മന്ത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചറിയുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പല കണ്ണൂരിലുള്ള നേതാക്കളൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു അതായത് മന്ത്രിയുടെ നില വളരെ ഗുരുതരമാണ്, അല്ലെങ്കിൽ മന്ത്രിക്ക് ഒട്ടും കഴുത്തനക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്ന് തെളിയിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ആശുപത്രിക്ക് ചുറ്റും നിലനിന്നിരുന്നത്. ഏതായാലും ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ പരിശോധന ആരോഗ്യമന്ത്രിക്കായിട്ട് നടത്തും. MRI സ്കാനിംഗ് ഉൾപ്പെടെ നടത്തി ആവശ്യമായ ചികിത്സ നൽകണമെന്നാണ് മെഡിക്കൽ ബോർഡ് തീരുമാനം. മന്ത്രി വീണ ജോർജിനെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ പോലീസിനെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ RPF പരിശോധിച്ചെങ്കിലും മന്ത്രിയെ പ്രതിഷേധക്കാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊന്നും ഇതിലില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് RPFും ഒരു റെയിൽവേ സ്റ്റേഷനിലാണല്ലോ സംഭവം നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ CCTV ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് RPF ഇന്നലെ അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളുടെ CCTV ദൃശ്യങ്ങൾ എടുത്തെങ്കിലും അതിലൊന്നും തന്നെ മന്ത്രിയെ KSU പ്രവർത്തകർ നേരിട്ട് ചെന്ന് മന്ത്രിയുടെ കഴുത്തിന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ അവിടെ നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിലും മന്ത്രിയുടെ അടുത്തേക്ക് നേരിട്ട് ഒരു KSU പ്രവർത്തകൻ എത്തുകയും അതിൽ ആരുടെയെങ്കിലും കൈ മന്ത്രിയുടെ കഴുത്തിൽ പതിക്കുകയോ അല്ലെങ്കിൽ മന്ത്രിയെ അവർ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളില്ലായിരുന്നു. മന്ത്രിക്കെതിരായ ആക്രമണത്തിന് പിന്നാലെ ഇന്നലെ രാത്രി വലിയ പ്രതിഷേധമാണ് അങ്ങോളം ഇങ്ങോളം നടന്നിട്ടുള്ളത്. പലയിടത്തും CPM രാത്രി തന്നെ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. അതിൽ കണ്ണൂരിൽ പ്രതിഷേധം ഒരു അല്പം കൂടുതലാണ് അവിടെ സ്ഥിതിഗതികൾ. കാരണം അവിടെ കണ്ണൂർ കോടിയേരിയിൽ കോൺഗ്രസ് ഓഫീസിന് അജ്ഞാതർ തീയിട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അർദ്ധരാത്രിയോടെയാണ് സംഭവം നടന്നിരിക്കുന്നത്. കല്ലിൽ താഴെയിലുള്ള പാറാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിനാണ് തീയിട്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീയണച്ചു. പിന്നിൽ CPM ആണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസിന്റെ കൊടിമരങ്ങളും ഫ്ലെക്സ് ബോർഡുകളും CPM നശിപ്പിക്കുന്നതും തുടരുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ പ്രതിഷേധത്തിലും പോലീസ് തയ്യാറാക്കിയ FIR പുറത്തു വന്നിട്ടുണ്ട്. അതും നിയമവൃത്തങ്ങളിൽ ചർച്ചയാകുന്നു എന്നുള്ളതാണ്. പുറത്തു വന്ന ദൃശ്യങ്ങളിൽ തെളിയാത്ത അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് FIRൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനും ജാമ്യം നിഷേധിക്കാനും ഉതകുന്ന വിധത്തിലുള്ള ഒരു മാതൃക FIR ആണ് പോലീസ് ചമച്ചിരിക്കുന്നത്. മന്ത്രിയുടെ ഗൺമാൻ MS അഭിലാഷിന്റെ മൊഴി പ്രകാരം തയ്യാറാക്കിയ FIR തികച്ചും നാടകീയമാണ്. പ്രതികൾ റെയിൽവേ സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി കൊല്ലട എന്ന് ആക്രോശിച്ച് മാരകായുധവുമായി മന്ത്രിക്ക് നേരെ ചാടി വീഴുകയായിരുന്നു.
മന്ത്രിയുടെ കഴുത്തിനെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്നാണ് FIR-ൽ പ്രത്യേകം പരാമർശിക്കുന്നത്. കഴുത്തിന് മുകളിൽ ആക്രമിക്കുന്നത് വധശ്രമമായി സെക്ഷൻ 307 എളുപ്പത്തിൽ വ്യാഖ്യാനിക്കാം എന്ന നിയമവശം കൃത്യമായി ഉപയോഗിക്കപ്പെട്ട FIR ആണിത്. മന്ത്രിയെയും ഗൺമാനെയും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ നിന്ന് തടഞ്ഞുവെന്നും ഗൺമാനെ കൈകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചുവെന്നും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ജനപ്രതിനിധിയുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥന്റെയും ജോലി തടസ്സപ്പെടുത്തുന്നത് അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഇത്തരത്തിൽ പഴുതടച്ചുള്ള വകുപ്പുകൾ ചേർത്തതോടെ KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ അടക്കമുള്ള 5 പ്രതികളുടെയും റിമാൻഡ് നടപടികൾ വേഗത്തിലായിട്ടുണ്ട്. സ്റ്റേഷനിലെ ദൃശ്യങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധവും വാക്ക് തർക്കവുമാണ് പ്രകടമെങ്കിലും പോലീസ് മൊഴിയിൽ മാരകായുധം എന്ന പ്രയോഗം ഉൾപ്പെടുത്തിയത് ശ്രദ്ധേയമാണ്. പ്രതികൾ കരുതലോടും കൃത്യമായ പ്ലാനിങ്ങോടും കൂടിയാണ് എത്തിയതെന്ന് വരുത്തി തീർക്കാനുള്ള പോലീസിന്റെ ജാഗ്രത FIR-ൽ പ്രകടമാണ്. മന്ത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ പേരിൽ കണ്ണൂരിൽ CPM വ്യാപകമായ പ്രത്യാക്രമണം അഴിച്ചുവിട്ടു. പല ഓഫീസുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അങ്ങോളം ഇങ്ങോളം KSU-നെതിരെയും കോൺഗ്രസിനെതിരെയും വിമർശനങ്ങളും അതുപോലെ തന്നെ CPM-ന്റെ പ്രതിഷേധ പ്രകടനങ്ങളും നടക്കുകയാണ്. കോടിയേരിയിലെ കോൺഗ്രസ് ഓഫീസിന് തീയിടുമ്പോൾ തന്നെ DCC ഓഫീസിന് നേരെ കല്ലേറുണ്ടായിട്ടുണ്ട്. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരിക്കും അക്രമത്തിൽ പരിക്കേറ്റു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും രാഷ്ട്രീയ സംഘർഷം പടരുകയാണ്. മന്ത്രിയെ നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടും സ്കാനിംഗ് ഫലവും പുറത്തു വരുന്നതോടെ കേസിന്റെ ഗതി മാറിയേക്കാം. എങ്കിലും പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ട് പ്രതികളെ സംബന്ധിച്ചിടത്തോളം വലിയ നിയമകുരുക്കായി മാറിക്കഴിഞ്ഞു. കഴുത്തിന് ഗുരുതര പരിക്കുണ്ടെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ICU-വിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആക്രമണം നടന്നതായി വ്യക്തമല്ലെന്ന് ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷം. മന്ത്രിയുടെ കഴുത്തിന് ഗുരുതരമായ പരിക്കുണ്ടെന്നും സംസാരിക്കാൻ പോലും കഴിയുന്നില്ലെന്നാണ് CPM നേതാക്കൾ ആവർത്തിക്കുമ്പോഴും പ്രതിപക്ഷം ഇത് പൂർണ്ണമായും തള്ളുകയാണ്. സ്കാനിംഗ് റിപ്പോർട്ടിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാത്തതും ദൃശ്യങ്ങളിൽ മന്ത്രി പ്രതിഷേധക്കാരോട് കയർക്കുന്നതും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം വെറും പുകമറയാണെന്ന് ഇവർ വാദിക്കുന്നത്. വധശ്രമം ചുമത്തി KSU നേതാക്കളെ ജാമ്യമില്ലാതെ കുടുക്കാനുള്ള സർക്കാരിന്റെ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നും കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം തന്നെ അവിടെ അന്ന് ആ സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന സ്പീക്കർ AN ഷംസീറിനെതിരെയും ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കാരണം മന്ത്രി ആദ്യം പോയി സംസാരിച്ചത് AN ഷംസീറിനോടാണ്. അപ്പോഴാണ് മന്ത്രി ഇത്തരത്തിൽ തനിക്ക് വേദനിക്കുന്നുണ്ട്, പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന കാര്യം പറയുന്നത്. ഉടൻ അവിടെ മുഖ്യമന്ത്രി വിളിക്കുന്നു. പിന്നീടാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഈ സമയം തന്നെ വളരെ കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ സ്പീക്കറായിട്ടുള്ള AN ഷംസീർ അവിടെ നിന്ന് വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്തേക്ക് എത്തി. അപ്പോൾ ഇത്രയും ഗുരുതരമായ മന്ത്രി അവിടെ ഉപേക്ഷിച്ചു വന്ന AN ഷംസീറിന്റെ നടപടിക്കെതിരെയും ചില കോൺഗ്രസ് നേതാക്കളടക്കം വ്യാപകമായി തന്നെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്.